ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു ക്രിസ്ത്യൻസിന്റെ ഒരു പള്ളിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ നോമ്പ് കാലത്ത് ആ പള്ളിയിൽ എല്ലാവരും പോകുന്നതായിരിക്കും. ഇങ്ങനെ പാലൂര് പള്ളി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അവിടെ ഒരു തോമാസ് ലീഹയുടെ ഒരു ശില്പമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോ അവിടെ മമ്മി ഉണ്ട്, പിന്നെ മുമ്പിൽ പപ്പ നടക്കുന്നുണ്ട്. പപ്പ നടക്കുന്നുണ്ട്. അങ്ങനെ ബാക്കിലും കുറെ പേരുണ്ട് കേട്ടോ. ബാക്കിൽ ഞങ്ങളീ 3 പേരാ പോകുന്നത്. പിന്നെ ഞങ്ങളുടെ കസിൻസ് ഒരാളുണ്ട്, അത് അവര് വേറെ ഒരു റൂട്ടിൽ കൂടെ പോകുന്നത്. അപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കണത് ഇവിടെ പാടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒരു പാടൊക്കെ ഉണ്ട്. അപ്പൊ ഈ നടക്കുന്നത് നമ്മുടെ ഒരു തീർത്ഥാടനമാണ്. ഇങ്ങനെ നടന്ന് പോവും. പിന്നെ നല്ല കാഴ്ചകൾ കാണാം. പക്ഷെ വെയിലാണ് ഏറ്റവും പ്രശ്നം. അപ്പൊ നമ്മളെപ്പോഴും പോകുമ്പോ കൊന്ത പിടിക്കും കയ്യില്. ജപമാല എപ്പോഴും കയ്യിലുണ്ടായിരിക്കും. ഒന്നാമത് ക്രിസ്ത്യൻസിന്റെ പള്ളിക്കാണല്ലോ പോണത്. അപ്പോ അതൊക്കെ ഉണ്ട്. അപ്പോ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ പാവത്തി പള്ളിയിലെത്തി. നടന്ന് ക്ഷീണിച്ചു. ഇപ്പൊ വലിഞ്ഞ് ആ പാവത്തി പള്ളിയിലേക്ക് എത്തി. ഇനിയും കുറെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോ 3 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോ പാലൂര് പള്ളിയിലേക്ക് എത്തിയില്ല കേട്ടോ. അതെ, നമുക്ക് അങ്ങോട്ട് കടന്നാലോ. ടീച്ചറ് ഇവിടെ ഉണ്ടല്ലോ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പൊ പഴയ കാര്യങ്ങളിലെ ഒരു മ്യൂസിയം ഉണ്ട്. അതും കൂടിയും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അങ്ങനെ നമ്മള് നടന്ന് പാലൂര് പള്ളിയിലേക്ക് എത്തി. ഇതാണ് ഞാൻ പറഞ്ഞ തോമാസ് ലീഹയുടെ സ്റ്റാച്ചു. എത്ര പേര് ഈ തോമാസ് ലീഹയുടെ സ്റ്റാച്ചു കണ്ടിട്ടുണ്ട് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. പാലൂർക്ക് എത്ര പേര് നടന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കമന്റ് ചെയ്യേ. ഈ ബോട്ട് എന്ന് പറയുന്നത് ഭാരതത്തിലെ തോമാസ് ലീഹ കപ്പലിലാണ് ഇറങ്ങി വന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഈ ബോട്ട് ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. ഈ ബോട്ട് ഈ ചുറ്റും നിറച്ച് വെള്ളമാണ്. നല്ല പച്ചപ്പ് പോലത്തെ ഒരു വെള്ളമാണ് കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു തോമാസ് ലീഹ നിൽക്കണു വേറെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ എന്തോ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല പച്ചപ്പ് നിറഞ്ഞ വെള്ളമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ബോട്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബോട്ടിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വ്യൂ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് തോമസ് ലീഹയുടെ ശില്പം. അപ്പോൾ നമുക്ക് ഇനി ഇവിടത്തെ ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പള്ളിയിലോട്ടേക്കാണെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിക്കായിട്ട് പോവുക. അപ്പോൾ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിറച്ച് വെള്ളമാണ് കേട്ടോ. വേനൽക്കാലമായ കാരണമാണ് ഇപ്പം ഇത്തിരി വെള്ളം കുറഞ്ഞത്. അല്ലെങ്കിൽ ഒക്കെ നിറച്ച് വെള്ളമാണ്. ഹലോ ഗൈസ്, ഞാൻ ഇവിടെയാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ട് പോയി. അപ്പോൾ ഇതേ നമ്മൾ പള്ളിയിലോട്ടാണ് കേട്ടോ നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് വെള്ളമുണ്ട് കേട്ടോ. ഈ ബോട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതാണ് പാലൂരിലെ ഏറ്റവും ഫേമസ് ആയ മാമോദിസ തൊട്ടി. ഇതിലാണ് എൻ്റെ മാമോദിസ മുക്കിയത് കേട്ടോ. ആരുടെ ഒക്കെ ഇവിടെ മാമോദിസ മുക്കിയിട്ടുണ്ടെന്നൊന്ന് പറയാമോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ബൈ. ഇനി നാളെ വീഡിയോ കേട്ടോ. ഓക്കേ, ബൈ.